നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്ന് ഞാൻ വന്നതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വേറൊരു ഡിഷുമായിട്ട് തന്നെയാണ് കേട്ടോ. ഒരു എഗ്ലെസ് മയണീസും അതും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാൻഡ്വിച്ചും. മയണീസ് പൊതുവെ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന വിധമാണ് കാണിക്കുന്നത്. അത് ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി സാൻഡ്വിച്ചും കണ്ടു നോക്കൂ. എഗ്ലെസ് മയണീസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. 2 കപ്പ് സൺഫ്ലവർ ഓയിലും 1 കപ്പ് പാലുമാണ് വെക്കുന്നത്. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ തണുപ്പിക്കാൻ വെക്കണം. തണുത്ത പാലിൽ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ ഇത്. അപ്പൊ തണുത്ത എണ്ണയും പാലുമുണ്ട്. തണുത്താൽ മാത്രമേ നമുക്ക് ഇതിങ്ങനെ ഫ്ലഫി ആയിട്ട് നന്നായി കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാ പാലുമയിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇടുന്നത് ഒരു 2 ഗാർലിക്കിന്റെ പീസസ് ആണ്. ഇതിനെ ഞാൻ നല്ല ചെറുതാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. ചോപ്പ് ചെയ്തിടണം. ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീരിടുന്നുണ്ട്. നാരങ്ങ നീരില്ല എങ്കിൽ വിനാഗിരി ഉപയോഗിക്കാം. ഒരുപാടായ പുളി കൂടുതലാവും കേട്ടോ. അപ്പൊ 2 ടീസ്പൂൺ മതി ഇതിന്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പിന്റെ ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ ഷുഗർ ഇടുന്നുണ്ട്. മധുരം കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ഇടണേ. ഇതിനെ നമുക്കൊരു 30 സെക്കൻഡ്സ് ആദ്യം അടിച്ചു നോക്കാം. 1 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും അടിക്കരുത്. മിക്സിയുടെ ഹൈ ആയിട്ടുള്ളതിൽ വേണം അടിക്കാനും. ഇതാ ഒരു 30 സെക്കൻഡ്സ് അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിതെങ്ങനെ ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് 30 സെക്കൻഡ്സിൽ ഫ്ലഫി ആയില്ലെങ്കിൽ കുറച്ചും കൂടി അടിക്കാം. ബട്ട് 1 മിനിറ്റിൽ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ വാട്ടർ ആയി പോകും കേട്ടോ. അപ്പൊ ഞാൻ ഇതിനെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, എനിക്കിത് തിക്കായിട്ടുള്ള മയണൈസ് ആണ് നമ്മുടെ സാൻഡ്വിച്ചിലേക്ക് വേണ്ടത്. അതുകൊണ്ട് തിക്കാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഒരു അഡൾട്രേഷനും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ മയണൈസ് തയ്യാറാക്കാം. അപ്പൊ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ബട്ടറാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടുണ്ട് കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. ഓവർ ആയിട്ട് ആവേണ്ട ആവശ്യമില്ല. അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഗാർലിക് ഒന്ന് സോട്ട് ആയിക്കോട്ടെ. ഇനി നമ്മൾ ഇടുന്നത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് എരിവിനായിട്ട്. ചില്ലി പൗഡർ ഇടുന്നില്ല ഇതില്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ബട്ടറോ എണ്ണയോ ഇതിലിടുമ്പോൾ നല്ലവണ്ണം വേണം. ഇല്ല എങ്കിൽ ഈ സ്റ്റേജിൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഒരു മീഡിയം ഒനിയൻ സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് സോട്ട് ചെയ്യാം. ഒരുപാട് സോട്ട് ചെയ്യണ്ട. കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഒരുപാട് നേരം നമ്മൾ സോട്ട് ചെയ്തിട്ട് അതിന്റെ ക്രഞ്ചിനെസ് ഒന്നും കളയരുത്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാനേ പാടുള്ളൂ. അപ്പൊ സോട്ട് ആയിട്ടുണ്ട് ഏകദേശം. കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. മയോലൊക്കെ ഉപ്പുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്യാം നമുക്കൊന്നും കൂടി. ഇനി അതിലേക്ക് 1 കപ്പ് ക്യാബേജും ഒരു 1/2 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം, 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. നീളത്തിലാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഞാനിത്. ഏറ്റവും താഴത്തെയല്ല, അതിനേക്കാൾ മുകളിൽ. ഇതിനെയൊക്കെ കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഓവർ കുക്ക്ഡ് ആവരുത്. അപ്പൊ നമുക്ക് ഈ സാൻഡ്വിച്ചിന്റെ ക്രഞ്ചിനെസ് നഷ്ടപ്പെടും. ഇത് നന്നായി ആയിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് ഒക്കെ ഞാൻ സോട്ട് ചെയ്തിട്ടുള്ളൂ. തണുത്തതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് ഓഫ് ചെയ്യാം. ഇപ്പൊ തണുത്തപ്പം ഞാൻ ഇതിനെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ്ലെസ് മയണീസ് ആണ്. 2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി കൂടുതൽ ഇടാട്ടോ. ഇപ്പൊ ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വാട്ടറി ആയി പോവരുത് എന്നുള്ളത് കൊണ്ടാണ് മയണീസ് ഞാൻ അത്ര തിക്കായി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൽ ബട്ടറോ ചീസോ ഒന്നും തന്നെ തേക്കുന്നില്ല കേട്ടോ. ഈ മയണീസിന്റെ ഈ മിക്സ് തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മുടെ സാൻഡ്വിച്ചിന് കൊടുക്കുക. ഹെൽത്തിയാണ്. ഉള്ളിയും ക്യാബേജും ഒക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് തന്നെയാണ് ഇത്. മയണൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തിൽ കൂടുതൽ വെക്കരുത് കേട്ടോ ഒരിക്കലും. കാരണം അത് പാലിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അധിക ദിവസം വെക്കരുത്. ഇത് ഫില്ലായിട്ടുണ്ട്. ഇനി 2 എണ്ണം ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഇവിടുന്ന് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടർ ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് നേരിട്ട് തന്നെ പാനിലേക്ക് കൊണ്ടുപോയിട്ട് ചൂടാക്കാൻ വെക്കാം. പാൻ ഇപ്പൊ ഇതാ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യാം. എനിക്ക് മുകളിൽ ഞാൻ ആദ്യം തന്നെ നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈവൻ ആയിട്ട് ടോസ്റ്റ് ആയ മാതിരി ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അടിയിലിടുമ്പോൾ നമുക്കൊരു സൈഡിൽ മാത്രമേ ബട്ടർ ആവുന്നുള്ളൂ എന്നൊരു ഫീൽ വരാറുണ്ട്.
അപ്പൊ ഇനി നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പൊ ദാ നമ്മുടെ സാൻഡ്വിച്ച് അടിപൊളിയായിട്ടുണ്ട്. വളരെ ലോയിലൊന്നും വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം നമുക്ക് ഉള്ളിലുള്ള ആ വെജിറ്റബിളിന്റെ ഒക്കെ ക്രഞ്ചിനെസ് നമുക്ക് കിട്ടണം. അപ്പൊ ഇതായിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. രണ്ട് സൈഡ് നന്നായി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ ഇനി വാങ്ങിയെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് തന്നെയാണ്. ഇത് കണ്ടോ, നമ്മുടെ ആ ക്യാപ്സിക്കവും ഒനിയനും ഒക്കെ ആയിട്ട് മയണൈസിന്റെ ഒരു ക്രീമിനെസ്സും ഒക്കെ കൂടി നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും എന്തായാലും. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.